ശരി, വിജിൻ വായാന്തോട് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, ഇപ്പോൾ സൈഫൊക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം അത് സിൻഡിക്കേറ്റിനാണ്. പക്ഷെ അതിൽ നിന്ന് മാറി VC ആണ് ഗവർണറുടെ ശുപാർശയെ തുടർന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോഴിതാ ഇന്നത്തെ യോഗത്തിന് ശേഷം സിൻഡിക്കേറ്റ് VCയുടെ എതിർപ്പോടെ സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് പറയുന്നു. പക്ഷെ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് VCയും പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു സാങ്കേതിക വശം വിജിൻ? രാഷ്ട്രീയപരമായി എന്തായാലും വലിയ തരത്തിലുള്ള തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. അമൃത, എന്തായാലും ഇക്കാര്യത്തിൽ സർവകലാശാലയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്ന ബൈലോ പ്രകാരം നമുക്ക് പറയാൻ കഴിയുക. കാരണം സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്, വിളിച്ചു ചേർക്കുന്നത് അത് വൈസ് ചാൻസലറാണ്. പക്ഷേ അതിൽ നടപടികൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അധിഷ്ഠാനത്തുള്ള ആൾ കൂടിയാണ്. അങ്ങനെ പല ചട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ 3 അംഗത്തെ സിസ തോമസ് ഇറങ്ങിപ്പോയതിനു ശേഷം, സിസ തോമസ് മാത്രമല്ല BJP അംഗങ്ങളായിട്ടുള്ള 2 ആളുകൾ കൂടി ആ യോഗത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതിനുശേഷമാണ് നിലവിൽ ഈ മുതിർന്ന ഒരു അംഗത്തെ അധ്യക്ഷയാക്കിക്കൊണ്ട് തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തത്. ഈ നേരത്തെ തന്നെ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ശരിയല്ല, അത് കൃത്യമായ സർവകലാശാല ചട്ടങ്ങൾ പാലിച്ചല്ല എന്നുള്ള അഭിപ്രായം സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ഒപ്പം തന്നെ സിൻഡിക്കേറ്റിന്റെ നിയമാവലിക്ക് അനുസരിച്ചല്ല ആ നടപടി ഉണ്ടായിരുന്നതാണ്. ഒന്ന്, സർവകലാശാലയുടെ ചട്ടം 10-13 പ്രകാരമാണ് നിലവിൽ സിൻഡിക്കേറ്റ് അറിയാതെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിലേക്ക് വൈസ് ചാൻസലർ കടന്നത്. അതിന്റെ അടുത്ത ഖണ്ഡികയിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 10-14 പറയുന്നത് അടിയന്തരമായി അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല എന്നുള്ളതാണ്. അതിന് അർത്ഥം സിൻഡിക്കേറ്റ് യോഗത്തിൽ ആ വിഷയം അവതരിപ്പിച്ച് അതിന് അനുമതിയോട് കൂടി മാത്രമേ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം വൈസ് ചാൻസലർക്ക് ഉള്ളൂ എന്നുള്ളതാണ്. ജോയിന്റ് രജിസ്ട്രാർ ഉൾപ്പെടെ വരുന്ന ആ കാറ്റഗറിയിൽ വരുന്ന ആളുകളെ മാത്രം സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമാണ് നിലവിൽ വൈസ് ചാൻസലർക്ക്. അതെല്ലാം മറികടന്നാണ് നിലവിൽ ഈ രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരമുള്ള തീരുമാനം അത് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ എടുത്തിട്ടുള്ളത്. അതിനുശേഷം വന്ന വിവാദങ്ങളും ചർച്ചകളും കോടതി നടപടികളും ഒക്കെയാണ് നടന്നത്. എന്തായാലും ഇന്ന് നടന്ന സിൻഡിക്കേറ്റ് യോഗം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കോടതിയിൽ ഇങ്ങനെയൊരു റിപ്പോർട്ട് വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടതിന്റെ ശേഷമുള്ള സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്ന് നടന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റ് ഔദ്യോഗികമായി തീരുമാനിക്കുന്ന കാര്യങ്ങൾ തന്നെയാകണം ഈ കോടതിയിൽ അറിയിക്കേണ്ടത്. അതിൽ സിസ തോമസ് നേരത്തെ ഇന്നലെ തന്നെ ഒരു മുതിർന്ന അഭിഭാഷകനെ ചുമതലപ്പെടുത്താൻ കാര്യത്തിൽ സിസ തോമസ് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ സർവകലാശാലയുടെ കൗൺസിൽ തന്നെ നിലവിലുണ്ട്, നിയമ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് യോഗം ഇന്നിപ്പോൾ അവസാനം. നാളെ ഈ വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ടല്ലോ, നാളെ വിശദീകരണം ഉൾപ്പെടെ നൽകേണ്ടതുണ്ട് VC. അപ്പോൾ കോടതിയിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ എന്താകും? VC ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സിൻഡിക്കേറ്റിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു അഭിഭാഷകൻ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണോ? സിൻഡിക്കേറ്റ് സ്വാഭാവികമായും സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ നിലപാട് വിശദീകരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇടതുപക്ഷ അംഗങ്ങൾക്കാണ് കൂടുതൽ അവിടെ അംഗസംഖ്യ ഉള്ളത്. അത് തന്നെ ആ തീരുമാനം മിനിറ്റ്സ് പ്രകാരം തന്നെ കോടതി അറിയിക്കാനാണ് നിലവിൽ സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. വലിയ തരത്തിലുള്ള നിയമപ്രശ്നങ്ങളിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം സിസ തോമസ് സ്വന്തം അഭിഭാഷകനെ സർവകലാശാലയോട് ആവശ്യപ്പെട്ട പ്രകാരമുള്ള സ്വന്തം അഭിഭാഷകനെ വെച്ച് അവരുടെ നിലപാട് പറയുമ്പോൾ സിൻഡിക്കേറ്റ് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ അവരുടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ടുള്ള മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള തീരുമാനമാണ് അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ നഗരേഷിന്റെ ഭാഗത്തുനിന്ന്, ജസ്റ്റിസ് നഗരേഷിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഉണ്ടായ നിലപാട് ഈ ഭാരതാംബ വിഷയം, ഭാരതാംബ എന്നുള്ളത് ഏത് മതത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചർച്ചയൊക്കെ നടന്നതാണ്. അങ്ങനെ ഒരു നിരീക്ഷണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭൂപടത്തെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ഭൂപടം വെച്ച അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു ഭാരതാംബയുടെ ചിത്രമാണ് ഈ സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഒരു ഭൂപടം എങ്ങനെ അംഗീകരിക്കും എന്നുള്ളതൊക്കെ കോടതി വളരെ വലിയ ചർച്ചകൾക്ക് ശേഷവും തീരുമാനം ഒക്കെ എടുക്കേണ്ട വിഷയമാണ്. പക്ഷേ നഗരേഷ് അതിൽ ഒരു ഏതെങ്കിലും ഒരു പക്ഷം ചേരുന്ന നിലയിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ള ചർച്ചകൾ ഒക്കെ നിലവിൽ നടക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമാണോ, മതനിരപേക്ഷതയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണോ ഭാരതം
എന്നുള്ളത് കോടതിക്ക് വളരെ കൃത്യമായി പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടുന്ന വിഷയമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ജസ്റ്റിസ് നഗരേഷിന്റെ ബെഞ്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അടിയന്തരമായി ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്ന വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ആവാം, കൂടുതൽ പരിഗണന ആവശ്യമുള്ള വിഷയമാണ് എന്ന് കോടതി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം അത് സർവകലാശാല ഔദ്യോഗികമായി കോടതിയെ അറിയിക്കും. ഒപ്പം തന്നെ സിസ തോമസ് അവർ വെച്ച സർവകലാശാലയോട് ആവശ്യപ്പെട്ട് അവർ വെച്ച അഭിഭാഷകൻ മുഖേനയായിരിക്കും അവിടെ അവരുടെ നിലപാട് അറിയിക്കുക. സിസ തോമസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സർക്കാരുമായി ഒരുപാട് കാലത്തെ നിയമപോരാട്ടം ഒക്കെ നടത്തി അവർ അവരുടെ സ്റ്റാറ്റുട്ടറി ലെവലിലുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുത്ത ആളാണ് സിസ തോമസ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മോഹനൻ കുന്നുമ്മൽ സ്വീകരിക്കുന്ന നിലപാടിന് സമാനമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് നിലവിൽ സിസ തോമസ് എന്നുള്ളതാണ് ഇടതുപക്ഷ അംഗങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ കേസ് പരിഗണിക്കുന്ന വിഷയം അത് വലിയ തരത്തിലുള്ള ചർച്ചയാകും. ഒരുപക്ഷെ സസ്പെൻഷൻ നടപടി പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ, കോടതി തയ്യാറായില്ലെങ്കിൽ അത് സുപ്രീം കോടതിയിലേക്ക് ഉൾപ്പെടെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കടക്കും. അത് ഈ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പുതിയൊരു വലിയ തരത്തിലുള്ള നിയമ പോരാട്ടത്തിലേക്കായിരിക്കും എത്തുക. അമൃത. ശരി, ഏതായാലും രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും രണ്ടു വഴിക്കാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദ് ചെയ്തു എന്ന് ഇടത് സിൻഡിക്കേറ്റ് പറയുന്നുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാനാകില്ല. യോഗം പിരിച്ചുവിട്ടതിന് ശേഷമുള്ള തീരുമാനത്തിന് നിയമസാധുതയില്ല എന്നാണ് താൽക്കാലിക വിസി കൂടിയായ സിസ തോമസ് പറയുന്നത്. വിവരങ്ങളാണ് വിജയൻ വായാന്തോടും സേഫ് സെയിൻ ലാബ്ദീനും പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്. കൂടുതൽ വാർത്തകളിലേക്ക് കടക്കാം.